അശനെ തമിഴ്നാട്ടിലെ തഞ്ചാം മാവട്ടം പേര ഊരണിയിൽ ഒരു പൊങ്കലുമായി ബന്ധപ്പെട്ട നീന്തൽ മത്സരം വെച്ചു. അപ്പൊ മണികണ്ഠൻ പറഞ്ഞൊരു വ്യക്തി 40 വയസ്സായിട്ട് ഒരു ഭാര്യ ഒരു ചെക്കൻ്റെ ഒരു മോളുണ്ട്. നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തു. കാരണം നീന്തി ഇടയിൽ ടയർഡായി കുറെ ശബ്ദം ഉണ്ടാക്കി നോക്കി. ആൾക്ക് 25 മീറ്റർ ലക്ഷം കൊണ്ട് നീന്താൻ പറ്റിയില്ല. കുറെ വിളിച്ചു നോക്കി. നാട്ടുകാർ ഒരാൾ വെള്ളത്തിൽ ചാടിയില്ല. ആള് മരണപ്പെട്ടു. നാളൊരു കാര്യം പറയാമല്ലോ, നിങ്ങൾ എത്ര നീന്താറിഞ്ഞ നിങ്ങൾ ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ പുലി ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ ഏതൊരാളും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു 100 മീറ്റർ നീന്തണം. എനിക്ക് നീന്തി ടാർഗറ്റ് എന്താ കൂട്ടുകാരും നാട്ടുകാരെല്ലാവരും നമ്മൾ എന്തായാലും സ്പ്രിന്റ് അടിക്കുകയുള്ളൂ. തുടക്കം സ്പ്രിന്റ് അടിച്ച് ഞാൻ ചാലഞ്ച് 25 മീറ്ററിന് മേലെ അവർക്ക് നീന്താൻ പറ്റില്ല. ഈ ഓർണമാര് ലക്ഷം നീന്തല് മനസ്സിലായോ? നല്ല വ്യത്യാസമുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ കേൾക്കട്ടോ. ആ ഒരു കുട്ടിയും എല്ലാ ഭാര്യമാർ എത്ര ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെന്ന് രക്ഷിക്ക് ഒരാളും ചാടിയില്ല, മരണപ്പെട്ടു. അഥവാ ചാടിക്കഴിഞ്ഞാൽ ആരെങ്കിലും നീന്താൻ പോയി കഴിഞ്ഞാൽ അത്ര ദൂരം എത്തുമ്പോഴേക്കും ആളുള്ളിൽ പോയിട്ട് അടി പോയി പൊക്കണ്ട. അതിനെ കുറച്ച് അത്യാവശ്യം അറിയണം, മനസ്സിലായോ? വെറുതെ നീന്തൽ പഠിച്ചിട്ട് കാര്യമില്ല, നീന്തൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നല്ല പറയുന്നത്. റെസ്ക്യൂ മെത്തേഡും കൂടെ അറിയണം. അദ്ദേഹം പറയുന്നത് നമുക്ക് വീഡിയോക്ക് പോട്ടോ. மணிகண்டனை காப்பாற்ற சக போட்டியாளர்கள் முயன்றும் முடியவில்லை. தீயணைப்பு வீரர்கள் வந்து உடலை மீட்டனர்.